ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിൽ 36 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. നിഹത്യദാർത്തരാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. നിഹത്യ ധാർത്തരാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാത് ജനാർദ്ദന പാപം ഏവ ആശ്രയേത് അസ്മാൻ ഹത്വാ ഏതാൻ ആതതായിനഃ. നിഹത്യ ധാർത്തരാഷ്ട്രാൻ, ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ അല്ലെങ്കിൽ കൗരവന്മാരെ വധിച്ചിട്ട് കാ പ്രീതി നഹ സ്യാത്, നമുക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകുക? ജനാർദ്ദന, അല്ലയോ ഭഗവാനെ, അല്ലയോ ഭഗവാനെ, ഈ കൗരവന്മാരെ വധിച്ചിട്ട് നമുക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? പാപമേവ ആശ്രയേത് അസ്മാൻ, നമ്മൾ പാപത്തെ തന്നെ പ്രാപിക്കുകയുള്ളൂ. ഹത്വാ ഏതാൻ ആതതായിനഃ, ഏതാൻ ഈ ആതതായിനഃ ആതതായികളെ ഹത്വ വധിച്ചാൽ നമുക്ക് പാപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലയോ ഭഗവാനെ, ഈ കൗരവന്മാരെ വധിച്ചാൽ നമുക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? ഇവരാണെങ്കിലോ കൊടും പാതകികളാണ്. ഇവരെ വധിച്ചിട്ട് ആ പാപം കൂടി ഞാൻ ഏൽക്കണോ? ആതതായി എന്ന് പറയുന്ന ഒരു പദമാണ് ഇവിടെ കൗരവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആതതായി എന്ന് പറഞ്ഞാൽ കൊടും ക്രൂരതകൾ ചെയ്യാൻ യാതൊരു മടിയില്ലാത്തവരെന്നാണ്. നമ്മളുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര കൊടും ക്രൂരതകൾ ചെയ്യാൻ കഴിയുന്നവരെയാണ് ആതതായികൾ എന്ന് പറയുന്നത്. ഭാഗവത മഹാത്മ്യത്തിൽ ദുന്ദുകാരി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് വ്യാസർ. ഈ ദുന്ദുകാരി ചെറിയ കുട്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബാലകനാണ്. കേവലം 8-9 വയസ്സൊക്കെ ഉള്ള സമയത്ത് ചെറിയ കുട്ടികളെ ഒന്ന് കൊഞ്ചിക്കാനൊക്കെ ആയിട്ട് അത് അവരുടെ അമ്മമാരിൽ നിന്ന് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലെറിഞ്ഞ് കൊന്നുകളയും. ആ കുഞ്ഞിനെ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു അമ്മ വിചാരിക്കുമോ ഈ 8-9 വയസ്സുള്ള ഒരു ബാലകൻ ഈ പ്രകാരം തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലുമെന്ന്? അവർ പ്രതീക്ഷിക്കുന്നതേയില്ല. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറം നിന്നുകൊണ്ട് കൊടും പാതകങ്ങൾ ചെയ്യാൻ കഴിയുന്നവരെയാണ്, അല്ലെങ്കിൽ അതിന് യാതൊരു വൈക്ലഭ്യവും ഇല്ലാത്തവരെയാണ് ആതതായികൾ എന്ന് പറയുന്നത്. ഇവിടെ ധൃതരാഷ്ട്രപുത്രന്മാരായിരിക്കുന്ന ദുര്യോധനാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏതേത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തവരാണ്. ഓരോരോ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ആ കാര്യം മഹാഭാരതം വ്യക്തമാക്കി തരുന്നുണ്ട്. എന്തെല്ലാം കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പാണ്ഡവരോട്. ഭീമനെ വിഷാന്നം കൊടുത്ത് കൈകാലുകളൊക്കെ ബന്ധിച്ചു കൊണ്ടുപോയി നദിയിലെറിഞ്ഞ് കളഞ്ഞു. അരക്കിലത്തിൽ ഇവരെല്ലാം വെണ്ണീറാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. അജ്ഞാതവാസം, വനവാസം, ആ കാലത്തും അവരെ ശല്യപ്പെടുത്താനായിട്ട് ദുർവാസാവിനെ അയച്ചു. ദുർവാസാവും പരിവാരങ്ങളും കൂടി ഇവരെ അനുഗ്രഹിക്കാൻ എന്ന വ്യാജേന ചെന്നിട്ട് അവിടെ കൃഷ്ണൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഈ ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു.
ജയദ്രഥൻ എന്ന് പറയുന്ന ദുശ്ശലയുടെ ഭർത്താവ് ഒരിക്കൽ ദ്രൗപദിയെ അപഹരിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ എന്തെന്ത് കുകർമ്മങ്ങളാണ് കൗരവർ അനുഷ്ഠിക്കാതിരുന്നത്. അത്രയും കൊടും ക്രൂരതകളൊക്കെ ചെയ്യാൻ കഴിയുന്നവരെയാണ് ആതതായികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കൊന്നു കഴിഞ്ഞാൽ നമുക്കും അതിൻ്റേതായ ഒരു പാപം ഉണ്ടാവുകയില്ലേ എന്നതാണ് അർജുനൻ്റെ സംശയം. തന്നെയുമല്ല, ഇവരെല്ലാം ബന്ധം കൊണ്ട് ബന്ധിക്കപ്പെട്ടവരുമാണ്. ഇവരെല്ലാം തൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ അവരോട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു പാതകം ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു സന്ദേഹത്തിലാണ് അർജുനൻ ഇപ്രകാരമുള്ള വാക്കുകളെ ഭഗവാനോട് ചോദിക്കുന്നത്. നിഹത്യ ധാർത്തരാഷ്ട്രാന്നഃ കാപ്രീതി സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ തസ്മാന്നാർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. തസ്മാത് ന അർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. തസ്മാത് അതുകൊണ്ട് ന അർഹ നമ്മൾ അർഹിക്കുന്നില്ല. എന്നറിയിക്കുന്നില്ല? വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ നമ്മൾ ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ വധിക്കുവാനായിട്ട് അർഹിക്കുന്നില്ല. സ്വബാന്ധവാൻ ഇവരൊക്കെ നമ്മളുടെ ബന്ധുജനങ്ങൾ കൂടിയായതുകൊണ്ട് ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ നമ്മൾ വധിക്കാൻ അർഹരല്ല, വധിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ, അല്ലെങ്കിൽ സ്വന്തം ജനങ്ങളെ ഹത്വ വധിച്ചിട്ട് കഥം സുഖിനഃ സ്യാമ നമുക്ക് എങ്ങനെയാണ് സുഖം ഉണ്ടാവുക? അപ്പോൾ ഇവരെല്ലാവരും നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്, പിതൃ സഹോദരൻ്റെ പുത്രന്മാരാണ്. ആ ബന്ധം നിലനിൽക്കെ നമ്മളിവരെ കൊല്ലാൻ അർഹരല്ല, നമ്മളിവരെ കൊല്ലാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഇവരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സന്തോഷവാന്മാരായി ജീവിക്കാൻ സാധിക്കുക എന്നുകൂടിയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഈ ദുര്യോധനാദികൾ ചെയ്ത എല്ലാ കുകർമ്മങ്ങളെയും സഹിച്ചുകൊണ്ട് വന്നിട്ട് അവരോട് യാതൊരു തരത്തിലും രമ്യതപ്പെടുവാനായിട്ട് നിവൃത്തിയില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇനി ഇവരിൽ നിന്ന് യാതൊരുവിധ നീതിയും നമുക്ക് കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ യുദ്ധരംഗത്തേക്ക് ഇവർ പ്രവേശിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നെ യുദ്ധരംഗത്ത് വന്നു നിന്നുകൊണ്ട് ഇതേപോലെയുള്ള ബലഹീനതകളെ പറയുന്നത് ഒരിക്കലും ഒരു യോദ്ധാവിന് ഭൂഷണമല്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ ഈ അർജുനനെ ഉദ്ധരിക്കുന്നതിനായിട്ട് ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ് ഈ അർജുന വിഷാദ യോഗത്തിലൂടെ ചെയ്യുന്നത്. അല്ലാതെ യുദ്ധോത്സുകനായി വന്നിരിക്കുന്ന അർജുനനെ അർജുന നീ നിൽക്ക്, ഞാൻ ഈ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നതല്ല ഗീതോപദേശം. അവിടെ എന്ത് ചെയ്യണം എന്ന് സ്ഥലകാല ബോധമില്ലാതെ നിൽക്കുന്ന അർജുനനെ അയാൾ തൻ്റെ ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു, എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ എങ്ങനെ നേരെ നിൽക്കും എന്നെല്ലാം ചോദിക്കുന്ന ആ അർജുനനെ ഏത് പ്രകാരത്തിലാണ് കർമ്മോന്മുഖനാക്കിയിട്ട് യുദ്ധസജ്ജനാക്കിയിട്ട് വൈരികളെ ഇല്ലായ്മ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പശ്ചാത്തലം ഒരുക്കലാണ് ഈ അർജുന വിഷാദ യോഗത്തിലൂടെ ഭഗവത്ഗീത ആദ്യ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു സമാനമായ അവസ്ഥയെ ഭഗവാൻ സൃഷ്ടിക്കുന്നുണ്ട്. മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് 18 ദിവസത്തെ യുദ്ധത്തിന് ശേഷം പാണ്ഡവർ യുദ്ധം ജയിച്ചു, കൗരവർ തോറ്റു. കൗരവ സൈന്യം മിക്കവാറും നാമാവശേഷമായി. അവിടെ അവശേഷിച്ചത് 3 പേരാണെന്നാണ് പറയുന്നത്. കൃപരും കൃതവർമാവും അശ്വത്ഥാമാവുമാണ്
അവശേഷിച്ചതെന്നാണ് പറയുന്നത്. ഇങ്ങനെ വിജയം നേടിയതിന് ശേഷം ഈ ധർമ്മപുത്രർ രാജാവായി രാജ്യമൊക്കെ ഭരിച്ചു തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞിട്ടും ധർമ്മപുത്രർക്ക് എന്തെന്നില്ലാത്ത മനോവ്യഥ. അപ്പോൾ ഇത് മാറ്റാനായിട്ട് കൃപാചാര്യനുണ്ട്, ദൗമ്യനുണ്ട്, വ്യാസനുണ്ട്, സ്വയം ഭഗവാൻ കൃഷ്ണനും ഉണ്ട് ഉപദേശിക്കാൻ. പക്ഷേ ഇവരാരും ഉപദേശിച്ചിട്ടും ധർമ്മപുത്രരുടെ മനോവ്യഥ മാറുന്നില്ല. ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ഇനി ഒരാൾ കൂടിയുണ്ട് ഈ ഭൂമുഖത്ത്, അതും കുറച്ച് സമയത്തേക്കുള്ളൂ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ധർമ്മപുത്രരെയും മറ്റുള്ള പാണ്ഡവരെയൊക്കെ ചേർത്ത് ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ഭീഷ്മപിതാമഹനെ വാസ്തവത്തിൽ ദക്ഷിണായനത്തിൽ ശരശയിൽ വീണ അദ്ദേഹം ഉത്തരായണം കാത്ത് കിടക്കുകയാണെന്നാണ് പറയപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഭഗവത് ദർശനം ആഗ്രഹിച്ചുകൊണ്ട് കിടന്നിരുന്നതാണ് ഭീഷ്മർ. അപ്പോൾ ആ ഭീഷ്മർക്ക് ഭഗവാന്റെ ദർശനം കൊടുക്കുന്നതിനൊരു വേദി ഒരുക്കുകയായിരുന്നു ധർമ്മപുത്രർക്കുണ്ടായ മനോവ്യഥയിലൂടെ ഭഗവാൻ ചെയ്ത ലീല. അല്ലാതെ എനിക്ക് ഭീഷ്മപിതാമഹന് ദർശനം കൊടുക്കണമെന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് ചെല്ലുന്നതല്ല. ആ ഭീഷ്മപിതാമഹന് ദർശനം കൊടുക്കാൻ വേണ്ടി ഒരു പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു ഭഗവാൻ ധർമ്മപുത്രരുടെ ആ മനോവ്യഥയിലൂടെ. ശരശയ്ക്ക് മുൻപിൽ ചെന്ന് എല്ലാവരും കൂടി ഭീഷ്മപിതാമഹനെ കണ്ടു. ധർമ്മപുത്രർ ചോദിക്കാനുള്ള എല്ലാ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു. ആ ശരശയിൽ കിടന്നുകൊണ്ട് ഭീഷ്മപിതാമഹൻ എല്ലാ ധർമ്മങ്ങളെയും ധർമ്മപുത്രർക്കായിക്കൊണ്ട് ഉപദേശിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ധർമ്മപുത്രർ ചോദിക്കുന്നത്, കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തക്കം കമർച്ചന്ത പ്രാപ്നുയുർമാനവാശുഭം. ഏതൊരു ദേവതയാണ് മനുഷ്യന് ശുഭം ഉണ്ടാകുന്നതിനായി സ്തുവന്തക്കം ആരെയാണ് സ്തുതിക്കേണ്ടത്, കം അർച്ചന്ത ആരെയാണ് അർച്ചിക്കേണ്ടത് എന്ന്. അപ്പോഴാണ് തൻ്റെ സമീപത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ നോക്കിക്കൊണ്ട് ആ ശരശയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ പറയുന്ന, ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷ സതതോത്തിത. ഏതൊരാളാണോ ഈ ജഗത്തിൻ്റെ പ്രഭുവും ദേവദേവം ദേവന്മാർക്കും ദേവനായിരിക്കുന്ന അനന്തം ആദിയും അന്തവും ഇല്ലാത്ത ഈ ഭഗവാൻ സ്തുവൻ നാമസഹസ്രേണ പുരുഷ, ഏതൊരു പുരുഷനാണോ ഈ ഭഗവാനെ സഹസ്രനാമങ്ങളോട് സ്തുതിക്കുന്നത്, പുരുഷ സതത ഉത്ഥിത, അയാൾ അനുനിമിഷം അഭിവൃദ്ധിയെ പ്രാപിക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് പൂർണ്ണമായ ആ വിഷ്ണു സഹസ്രനാമം ആ ശരശയിൽ കിടന്നുകൊണ്ട് ഭീഷ്മപിതാമഹൻ ധർമ്മപുത്രർക്കായിക്കൊണ്ട് ഉപദേശിക്കുന്നത്. ആ ഉപദേശങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഭീഷ്മപിതാമഹൻ ഭാഗവതത്തിലെ സ്തവരാജൻ എന്നറിയപ്പെടുന്ന ഭീഷ്മസ്തുതിയും കൂടി ചൊല്ലി ഭഗവാനെ കേൾപ്പിച്ച് ഭഗവാനെ കണ്ടുകൊണ്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ആ ഭീഷ്മപിതാമഹന് അനുഗ്രഹം നൽകാനായിക്കൊണ്ട് ഭഗവാൻ സ്വന്തം ലീലയാൽ ഉണ്ടാക്കിയെടുത്ത ഒരു മനോവ്യഥയായിരുന്നു ധർമ്മപുത്രർക്കുണ്ടായിരുന്നത്. അതിൽ നിന്ന് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്ന ഉത്തമമായ ഒരു സ്തോത്രവും സ്തവരാജൻ എന്ന് പറയുന്ന ഭീഷ്മസ്തുതിയും എല്ലാം നമുക്ക് ലഭ്യമായി. അപ്പോൾ കേവലം ഭഗവാൻ ഭീഷ്മപിതാമഹനെ മാത്രമല്ല അനുഗ്രഹിച്ചത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടിയുള്ള ഈ ശ്രേഷ്ഠമായ സ്തുതികളെ കൂടി നമുക്ക് ലഭ്യമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു ഈ ധർമ്മപുത്രർക്ക് നൽകിയ മനോവ്യഥയിലൂടെ. ഇവിടെയും അർജുനനുണ്ടാകുന്ന ഈ മനോവ്യഥയാണ് ഈ ഭഗവത്ഗീത ഉപദേശിക്കുവാൻ ഉണ്ടാകുന്ന കാരണം. അർജുനൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ അറിവ് നേടാനുള്ള അധികാരം. ഈ അധികാരം എന്ന് പറയുന്നത് പലരിലും പല രീതിയിലാണ്. ഇത് ജന്മനാൽ ലഭിക്കുന്ന ഒരു അധികാരമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വർണ്ണത്തിലോ ആശ്രമത്തിലോ നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന അധികാരമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ
മനസ്സിൻ്റെ നൈർമല്യ അവസ്ഥയെയാണ് ഈ അധികാരം എന്ന പദം കൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്. നമ്മളുടെ മനസ്സിൻ്റെ ശുദ്ധിയുടെ അവസ്ഥയെ ആർക്കും അളക്കാൻ കഴിയുന്നതല്ല. നമ്മൾ പലരെയും കാണുന്നു, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലർ വളരെ നല്ലതായിട്ട് തോന്നും, ചിലർ തീരെ സംസാരിക്കാൻ കൊള്ളാത്തവരായിട്ട് തോന്നും, ചിലർ ഇടനിലക്കാരായിട്ട് തോന്നും. പ്രാഥമികമായിട്ട് നമുക്ക് അത്രയും മനസ്സിലാവുള്ളൂ. പക്ഷേ ചിലപ്പോൾ അടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, നമ്മളുടെ ആദ്യത്തെ അഭിപ്രായമൊക്കെ മാറിയെന്ന് വരാം. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഈ പരമാത്മ ചൈതന്യം ഈ ജീവാത്മാവിൻ്റെ എല്ലാ ഗുണഗണങ്ങളെയും അറിയുന്നവരാണ്. എല്ലാ ജീവാത്മാക്കളും ഏതേത് തലത്തിലാണ് നിൽക്കുന്നതെന്ന് ആ പരമാത്മാവിന് വ്യക്തമായി അറിയാം. ഈ അർജുനൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് താത്വികമായ അറിവുള്ളയാളല്ല, എന്നാൽ തീരെ താഴെ നിൽക്കുന്ന ആളുമല്ല. ചിലർ പറയാറുണ്ട്, ഈ ഭഗവത്ഗീതോപദേശം ഒരുപക്ഷെ ധർമ്മപുത്രർക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ ഭഗവത്ഗീതയിൽ 2 അധ്യായങ്ങളെ ഉണ്ടാകുമായിരുന്നുള്ളൂ. കാരണം ധർമ്മപുത്രയ്ക്ക് അത്രയ്ക്ക് ആ അറിവ് സമ്പാദിക്കാനുള്ള കുശാഗ്ര ബുദ്ധിയുള്ള ആളാണ്. അതേസമയം ഭീമനാണ് ഈ ഭഗവത്ഗീത ഉപദേശിച്ചെങ്കിൽ 18 അല്ല 18,000 അധ്യായങ്ങളുണ്ടെങ്കിലും ഭീമന് മനസ്സിലായെന്ന് വരില്ല. അതാണ് ഭീമൻ്റെ അധികാരിത്വം. അതുപോലെ ഓരോ വ്യക്തിയിലും ഈ അറിവിൻ്റെ നില വ്യത്യസ്തമായിരിക്കും. ഇവിടെ അർജുനന് 18 അധ്യായം കൊണ്ട് ഭഗവാൻ പറഞ്ഞ് സമർപ്പിക്കുന്നു. അത് അർജുനന് വളരെ ഉപയുക്തവുമാണ്. അപ്പോൾ അതിനായി ഈ ഉപദേശത്തിനായിക്കൊണ്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുക മാത്രമാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്തിരിക്കുന്നത് എന്നാണ്. തസ്മാൻ അർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. യദ്യപ്യേതേന പശ്യന്തി ലോഭോ ബഹദ ചേതസഃ കുലക്ഷേ കൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷേ കൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദന. യദി അപി ഏതേ ന പശ്യന്തി ലോഭ ഉപഹത ചേതസഃ കുലക്ഷയ കൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം നഃ ജ്ഞേയം അസ്മാഭിഃ പാപാത് അസ്മാൻ നിവർത്തിതും കുലക്ഷയ കൃതം ദോഷം പ്രപശ്യദ്ഭിഃ ജനാർദന. യദി അപി ഏതേന പശ്യന്തി ലോഭോപഹത ചേതസഃ. യദി അപി ഒരു പക്ഷേ ഏത് ഇവർ ഈ കൗരവന്മാർ ന പശ്യന്തി കാണുന്നില്ല. എന്ത് കാണുന്നില്ല? ലോഭ ഉപഹത ചേതസഃ. ആ രാജ്യം മുഴുവൻ തനിക്ക് വേണമെന്നുള്ള ലോഭം ബാധിച്ചിരിക്കുന്നത് കാരണം, ആ ലോഭം ബാധിച്ച മനസ്സോട് കൂടിയവരായ കാരണം ഇവർ ഒരു പക്ഷേ കാണുന്നില്ല. എന്ത് കാണുന്നില്ല? കുലക്ഷയകൃതം ദോഷം. ഇങ്ങനെ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ കുലം നശിക്കും, കുലം ക്ഷയിക്കും എന്നുള്ള ദോഷം ഇവർ കാണുന്നില്ല. മിത്രദ്രോഹേ ച പാതകം. ഈ യുദ്ധത്തിൽ മിത്രങ്ങളെയൊക്കെ വധിക്കേണ്ടി വരും, ദ്രോഹിക്കേണ്ടി വരും എന്നുള്ള ദോഷമൊന്നും ഇവർ കാണുന്നില്ല. പക്ഷേ നമ്മളങ്ങനെയല്ല. കഥം ന ജ്ഞേയം അസ്മാഭിഹി. നമ്മളെങ്ങനെയാണത് മനസ്സിലാക്കാതിരിക്കുക? പാപാത് അസ്മാൻ നിവർത്തിതും. ഈ പാപത്തിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടതല്ലേ? കുലക്ഷയകൃതം ദോഷം. കുലം ക്ഷയിക്കും എന്നുള്ള ആ ദോഷത്തെ കണ്ടുകൊണ്ടെങ്കിലും പ്രപശ്യദ്ഭിഹി, അത് മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും നമ്മൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടതല്ലേ ജനാർദ്ദന ഭഗവാനെ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ കൗരവ സൈന്യം ദുര്യോധനാൽ നയിക്കപ്പെട്ട് കൊണ്ടുവരുന്ന ഈ കൗരവ സൈന്യം, സൈന്യാധിപൻ ഭീഷ്മപിതാമഹനാണ് ശരി തന്നെ. പക്ഷേ യുദ്ധം അനിവാര്യമാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ആൾ ദുര്യോധനാണ്. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ആൾ ദുര്യോധനാണ്. അപ്പോൾ ദുര്യോധനന് വേണ്ടിയാണ് ഇവരെല്ലാം യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വന്നിരിക്കുന്ന
ആളുകളൊക്കെ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കും എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്തവരാണ്. ആദ്യം യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ പരസ്പരം മരിക്കപ്പെടുമ്പോൾ അവരുടെ കുലം മുഴുവൻ നശിക്കില്ലേ? തന്നെയുമല്ല, പരസ്പരം വധിക്കാൻ ഉദ്ദേശിക്കുന്നത് മിത്രങ്ങളെ തന്നെ അല്ലേ? അവർക്കാണെങ്കിൽ ആ രാജ്യം വേണമെന്നുള്ള ലോഭം മൂലം ഈ സത്യമൊന്നും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കുന്നു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ മിത്രങ്ങളെ വധിക്കേണ്ടതായി വരും, കുലം നശിക്കും എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടതല്ലേ? അർജുനൻ്റെ സംശയങ്ങളൊക്കെ വളരെ ശരിയാണ്. നമ്മളും പറയാറില്ല, രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഒരാൾ സഹിക്കണം എന്നുള്ള രീതിയാണ് അർജുനനും ഇവിടെ പറയുന്നത്. കൗരവാദികളാണെങ്കിൽ ഈ അത്യാഗ്രഹം കൊണ്ട് മാത്രമാണ് പാണ്ഡവർക്ക് സൂചി കുത്താനിടം കൊടുക്കില്ല എന്നുള്ള അത്യാഗ്രഹം മൂലമാണ് അവർക്ക് അതിൻ്റെ വരുംവരായികളെക്കുറിച്ച്, ആ യുദ്ധമുണ്ടായാൽ വരുന്ന അനർത്ഥങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്തവരായി പോകുന്നത്. പക്ഷേ മതിഭ്രമം ബാധിക്കാത്ത നമുക്ക് മനസ്സിലാകും മിത്രങ്ങളെ വധിക്കുന്നതും കുലത്തെ ഇല്ലായ്മ ചെയ്യുന്നതും ഒക്കെ മഹാപാതകമാണ് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മളെങ്കിലും ഇതിൽ നിന്ന് പിന്മാറേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അർജുനൻ ഭഗവാനോട് ഉന്നയിക്കുന്നത്. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷേകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷേകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുതാ. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാഃ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മഃ അഭിഭവതി ഉത. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമാഃ സനാതനാഃ. സനാതനങ്ങളായ കുലധർമാഃ കുലധർമ്മങ്ങൾ ഒക്കെ കുലക്ഷയെ പ്രണശ്യന്തി, കുലം ക്ഷയിച്ചാൽ പ്രണശ്യന്തി നശിച്ചു പോകും. സനാതനങ്ങളായ കുലധർമ്മങ്ങളെല്ലാം കുലം ക്ഷയിക്കുമ്പോൾ നശിച്ചു പോകും. ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മഃ അഭിഭവതി. ധർമ്മേ നഷ്ടേ കുലധർമ്മങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൃഷ്ണം കുലം അധർമ്മഃ അഭിഭവതി. ഈ മുഴുവൻ കുലത്തിലും അല്ലെങ്കിൽ കുലത്തിൽ മുഴുവനും അധർമ്മഃ അഭിഭവതി, അധർമ്മം ബാധിക്കും. അങ്ങനെ ബാധിക്കുകയും ചെയ്യുന്നു. കുലം ക്ഷയിച്ചു കഴിഞ്ഞാൽ സനാതനങ്ങളായ കുലധർമ്മങ്ങൾ എല്ലാം നശിക്കും. അങ്ങനെ കുലധർമ്മങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ഈ മുഴുവൻ കുലത്തെയും അധർമ്മം ബാധിക്കുകയും ചെയ്യും. ഇവിടെ കുലത്തെ രക്ഷിക്കേണ്ടവരും നമ്മളാണ്, കുലധർമ്മങ്ങളെയും രക്ഷിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. കുലമുണ്ടെങ്കിലേ കുലധർമ്മത്തെ രക്ഷിക്കാനാവുകയുള്ളൂ. അപ്പോൾ കുലം നശിച്ചു കഴിഞ്ഞാൽ കുലധർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പല കാര്യങ്ങളും നമ്മൾ ഗ്രഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും അവരുടെ മാതാപിതാക്കളിൽ നിന്നുമൊക്കെയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള രീതികൾ അവരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവർ പറയുന്നതെല്ലാം നമ്മളുടെ ഹിതം ഉദ്ദേശിച്ചിട്ടുള്ളത് മാത്രമായിരിക്കും. കാരണം മനുഷ്യരുടെ സ്നേഹം എപ്പോഴും താഴേക്കാണ് ഒഴുകുന്നത്, മുകളിലോട്ടല്ല. അച്ഛനമ്മയിൽ നിന്ന് മക്കളിലേക്കും അതുപോലെ തന്നെ അപ്പൂപ്പനിൽ നിന്ന് കൊച്ചുമക്കളിലേക്കുമൊക്കെയാണ് സ്നേഹമൊഴുകുക. പക്ഷേ തിരിച്ച് പലപ്പോഴും കുറവായിരിക്കും. ആ പ്രവാഹം സാധാരണഗതിയിൽ തന്നെ കുറവാണ്.
അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ കുട്ടികളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നത് മാത്രമല്ല, അവരുടെ ജീവിതം കൊണ്ട് അവർ ആർജിച്ചെടുത്ത അനുഭവങ്ങളെ ഏത് നല്ലത് ഏത് ചീത്ത എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകുന്നത്. ഈ കാലത്ത് കുട്ടികൾക്കെല്ലാം എന്തെങ്കിലും ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് മുതിർന്നവരോടൊക്കെ അത്ര നല്ല പ്രതികരണമല്ല കാണിക്കാറുള്ളത്. പക്ഷേ ഇപ്രകാരമുള്ള ഉപദേശങ്ങൾ എല്ലാം അവരുടെ നന്മയ്ക്കാണെന്നുള്ളത് പിന്നീട് അവർക്ക് ബോധ്യപ്പെടും എന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. ഇപ്പോൾ കുലത്തെയും കുലധർമ്മത്തെയും ഒക്കെ സംരക്ഷിക്കേണ്ടത്, നമ്മളുടെ ആചാരങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കൂടി ധർമ്മമാണ് എന്നിവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമ്മ സനാതനാഹ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുതാ അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. അധർമ്മ അഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. അധർമ്മ അഭിഭവതി ഉദാന്ന് മുമ്പ് പറഞ്ഞു. അപ്പോൾ അധർമ്മം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലയോ ഭഗവാനെ, പ്രദുഷ്യന്തി കുലസ്ത്രീയ കുലസ്ത്രീകൾ ദുഷിക്കപ്പെടും. അങ്ങനെ സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ കുലസ്ത്രീകൾ ദുഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജായതേ വർണ്ണസങ്കരഃ അവിടെ വർണ്ണസങ്കരം ഉണ്ടാകും. പല ധർമ്മങ്ങളിലുള്ള ആളുകൾ തമ്മിലുള്ള ചേർച്ചയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങളും ഈ കുലത്തെ നിലനിർത്തുന്നവരായിരിക്കില്ല. കാരണം അവരുടേതായ പിതാക്കളുടെ അല്ലെങ്കിൽ പിതാമഹന്മാരുടെയൊക്കെ ഗുണങ്ങളാണ് അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഇവർക്ക് കുലത്തിലുള്ള ആണുങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് സ്ത്രീകളിലുണ്ടാകുന്ന പുത്രന്മാർ ആ കുലത്തെ മുന്നോട്ട് നയിക്കാൻ സമർത്ഥരാവുകയില്ല. അവർ ഏതോ എല്ലാം വർണ്ണങ്ങളിൽ ഉള്ളവരായിരിക്കാം, അതിൻ്റെ സങ്കരങ്ങളായിട്ടുണ്ടാകുന്ന കുട്ടികളായിരിക്കാം. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.